ഹലോ. അപ്പോൾ ഇന്നത്തെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണേ. ബാ നമുക്ക് നോക്കിയാലോ. പക്ഷെ അതിന് മുമ്പ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ആദ്യം നമ്മൾ മുടിയിൽ നന്നായിട്ട് കെട്ടി വെക്കുക, അല്ലെങ്കിൽ മുടിയിൽ നമ്മളെ മുഖത്തെല്ലാം വീഴും. അപ്പോൾ നന്നായിട്ട് കെട്ടി വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. എന്നിട്ട് നമ്മൾ നേരെ നമ്മൾ വെറ്റ് വൈപ്സ് എടുത്തിട്ട് മുഖം നന്നായിട്ട് തുടച്ച് കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് എന്തെങ്കിലും മുഖത്തുണ്ടെങ്കിൽ അതെല്ലാം പോകും. അതിനാണ് വെറ്റ് വൈപ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. മോയ്സ്ചറൈസർ, സെറ്റാഫിൻ്റെ മോയ്സ്ചറൈസർ ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് പേർപ്പിളിന് വാങ്ങിയതാണ്. പിന്നെ മോയ്സ്ചറൈസറിൽ ഇട്ടിട്ട് അതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ സൺസ്ക്രീൻ ഇടും. ഇത് ഡാംഡോക്കിൻ്റെ ബ്രൈറ്റനിങ് സൺസ്ക്രീനാണ്. ഇത് ഞാൻ യൂസ് ചെയ്തത് കുറച്ചേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് ഇതിൻ്റെ റിവ്യൂ പറയാമെന്ന് എനിക്കറിയില്ല, നോക്കിയിട്ട് ഉപയോഗിച്ചിട്ട് പറയാം. പിന്നെ അതിന് ശേഷം അതൊക്കെ ഉണങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പിരികം വരക്കുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഈ അറ്റത്ത് മാത്രമേ വരച്ചു കൊടുക്കാറുള്ളൂ, കാരണം എനിക്ക് ഫുള്ള് വരക്കേണ്ടി വരില്ല. ഇങ്ങോട്ടും നല്ല പിരികമുണ്ട്. സോ നമ്മൾ രണ്ട് സൈഡും വരക്കുക. അപ്പോൾ ഈ രണ്ട് സൈഡും വരക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നീളും മറ്റു സൈഡിൽ നീളും കറക്റ്റ് ആയിരിക്കില്ല. നമ്മളൊന്ന് കറക്റ്റ് ചെയ്യണം. ഞാനിവിടെ കുറേ പണിയെടുക്കും അത് കറക്റ്റ് ചെയ്യാൻ. പക്ഷേ എങ്ങനെയല്ലോ അവസാനമായി. ഇപ്പുറത്ത് വരച്ചപ്പോൾ അപ്പുറത്ത് കുറച്ച് നീളം കൂടിയാണ്. ഞാൻ ആദ്യം ഇപ്പുറത്തൊക്കെ വരച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നേരത്തെ പണിയെടുത്ത് അതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചു ഞാൻ. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ അതിനുശേഷം ഐലൈനർ. ഇത് മിലാൻ്റെ ഐലൈനറാണ്. ഇതും ഞാൻ അങ്ങനെ വരച്ചു കൊടുത്തു. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനൊരു ലെഫ്റ്റ് ഹാൻഡറാണ്. സോ റൈറ്റ് ഹാൻഡോട് വരക്കുമ്പം അതിൻ്റേതായിട്ടുള്ളൊരു പ്രോബ്ലം എനിക്കുണ്ടായിരുന്നു. കൈയൊന്നും അത് വരക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനെയല്ലോ ഞാൻ ഒപ്പിച്ച് വരച്ചു. പക്ഷെ എനിക്ക് ഇപ്പുറത്തെ കണ്ണ് വരച്ച പോലെ അപ്പുറത്തെ കണ്ണിന് അതാവുണ്ടായിട്ടില്ല. അപ്പോൾ അവസാനം ഞാൻ കൈ മാറ്റി പിടിച്ചിട്ട് വരച്ചപ്പോഴും നമുക്കറിയാലോ ഈ ഐലൈനർ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഒരു സൈഡിൽ കൂടുതലും ഒരു സൈഡിൽ കുറവാണ്. അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിച്ച് അവസാനം രണ്ടും ഒപ്പിച്ചെടുത്തു. പിന്നെ നമ്മൾ കുറേ നേരം കണ്ണിങ്ങനെ പിടിക്കണം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിക്കണ്ണുള്ളവർക്ക് റിലേറ്റബിൾ ആയിരിക്കും. ഇല്ലെങ്കിൽ ആട് ഇവിടെയെല്ലാം പറ്റും. അതുകൊണ്ടാണ് നമ്മൾ കണ്ണ് കുറേ നേരം ഇങ്ങനെ പിടിക്കുക പ്രേതത്തിനകത്ത്. പിന്നെ അതിന് ശേഷം ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്. ഇതിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് എനിക്കറിയില്ല. ഇതൊരു പീച്ച് പോലത്തെ എന്തോ ഡാർക്ക് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അതും യൂസ് ചെയ്യുക. പിന്നെ ലിപ്പ് ലൈനർ ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ ലിപ്പ് ലൈനർ അതെങ്ങനെയൊക്കെയോ തുറന്നിട്ട് അതും വരച്ചു കൊടുക്കുക. അത് ലിപ്പ് ലൈനർ ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല, എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മാത്രം യൂസ് ചെയ്യുന്ന സാധനമാണ്. ലിപ്സ് ലൈനർ അങ്ങനെ വരച്ചു കൊടുക്കുക. നല്ല കളറുണ്ട് കേട്ടോ, ഇതിനകത്ത് കളർ കാണാത്ത. അതിന് ശേഷം ലിപ്സ്റ്റിക്. ഈ ലിപ്സ്റ്റിക് നല്ല ഡാർക്കിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുഖം കുറച്ചും കൂടെ ബ്രൈറ്റായിട്ട് കാണുന്നുണ്ട്. കുറച്ച് ഡാർക്കിലുണ്ട്. കട്ടിയിലും ഇട്ട് കഴിഞ്ഞാൽ കുറേ നേരം നിൽക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ വേഗം പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡാർക്ക് ലിപ്സ്റ്റിക് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇതാണ് ഒരു ഓവറോൾ മേക്കപ്പ് ലുക്ക്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഹെയർ ഞാനൊന്നും ചെയ്യില്ല, ജസ്റ്റ് സിറം ഇട്ടിട്ട് ജസ്റ്റ് വലിക്കുകയേ ചെയ്യലുള്ളൂ, കാരണം നമ്മൾ വോളിയം ഉണ്ടാകും നല്ല മുടി. അപ്പോൾ ഇതാണ് ഓവറോൾ ലുക്ക്. ഇതിൽ കുറച്ച് ഡള്ളായിട്ടാണ് കാണുന്നത്, കുറച്ച് ഇത്രയും കൂടെ ബ്രൈറ്റാണ് ഫേസ്. ഇതിൻ്റെ ക്യാമറേൻ്റെ പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ അത്രയും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.